Yo, this is Karthikeyan and welcome back to my channel Karthikeyan Game 3. Guys, അപ്പോൾ നമ്മളിന്ന് ഒരു വ്ളോഗ് പോലത്തെ സംഭവമാണ്. സംഭവിച്ചാൽ വടകരത്തെ മൈജി ഫ്യൂച്ചറിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഗാഡ്ജറ്റ്സും ഇലക്ട്രോണിക് ഡിവൈസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്, എന്തൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ടൂറ് പോലെ വെച്ചാൽ ആ ഒരു ഷോറൂം ഫുള്ള് കാണിച്ച് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഗായ്സ്, അപ്പോൾ ആദ്യം നമ്മൾ കിച്ചൻ്റെ സെക്ഷനിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ഗ്ലാസും പ്ലേറ്റും പിന്നെ കുക്കറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അടുത്ത നമ്മൾ നേരെ ഇലക്ട്രോണിക്സിലേക്ക് പോകുന്നൊക്കെയാണെങ്കിൽ കുറേ LED TV സ്മാർട്ട് TV ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. ഗായ്സ്, പിന്നെ ഞങ്ങൾ പോയത് ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇതൊരു ഗോദ്രേജിൻ്റെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ വെറുതെ ഉള്ളൊക്കെ കാണിച്ചു തരുന്നതാണ്. നമുക്ക് നേരെ നമ്മളെ സംഭവത്തിലേക്ക് പോകാം, ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇവിടെ കുറേ സ്പീക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ റേഡിയോവും അതൊക്കെ ഉണ്ട്. അപ്പോൾ RGB സ്പീക്കേഴ്സ്, കുറേ ടൈപ്പ് സ്പീക്കേഴ്സ് ഉണ്ട്. ബോട്ടിൻ്റെ സ്പീക്കറുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് പോയിച്ചാൽ ഫോണിൻ്റെയും ടാബിൻ്റെയൊക്കെ സെക്ഷനിലാണ്. പിന്നെ ഇത് സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഫയർ ബോൾട്ടിൻ്റെ സ്മാർട്ട് വാച്ചാണ്. പിന്നെ ഞാൻ സ്പീക്കറിൻ്റെ സെക്ഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറേ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു JBL ഒരു നല്ല സ്പീക്കർ, നല്ല രസമുണ്ട് കാണുമ്പോൾ. ഈ ഗ്രീൻ കളർ സ്പീക്കർ നല്ല രസമുണ്ട് ഗായ്സ്. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് നമ്മളെ മാക്ബുക്കാണ്. പിന്നെ iPad Air ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് വെറുതെ കീബോർഡൊക്കെ ഒന്ന് നോക്കുന്നതാണ്. സംഭവിച്ചാൽ എത്ര സൗണ്ട് ക്വാളിറ്റി ഉണ്ട് അതൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വലിയ എക്സ്പീരിയൻസ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഗാലക്സി Z Fold 5 എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഒരു ടെക്ക് എന്തൂസിയാസ്റ്റ് ആയതിനു ശേഷം എനിക്ക് ഈ ഫോൾഡ് ഫോൺസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. ഫ്ലിപ്പും ഉണ്ടായിരുന്നു, ഫോൾഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാര്യം ഞാൻ ക്യാമറ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഒക്കെ ടെസ്റ്റ് ചെയ്തു. കാരണം ഇത് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ആണല്ലോ. പിന്നെ ബാക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്തു. അപ്പം പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ടെസ്റ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര വലിയ സന്തോഷമായി ഈ ഗാലക്സി ഫോൾഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിന്. പിന്നെ ഫോൾഡ് ചെയ്തിച്ച് അതിൻ്റെ ഫ്രണ്ട് സ്ക്രീനൊക്കെ കാണിക്കുന്നുണ്ട്, കവർ സ്ക്രീൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ജസ്റ്റ് ബ്രൈറ്റ്നെസ്സൊക്കെ കൂട്ടി കുറച്ച് അങ്ങനെയൊക്കെ വെറുതെ ക്യാമറ ഒക്കെ എടുത്ത് അങ്ങനെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഗാലക്സി Z Fold 5 എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ സാംസങ് ഗാലക്സി S24 Ultra ഉണ്ട്. ഞാൻ കുറേ പെൻസിലൊക്കെ വെച്ച് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു. കുറേ ഒന്നും ജയിച്ചില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പൊക്കെ ചെയ്തു. പിന്നെ സർക്കിൾ ടു സെർച്ച് ഞാൻ ജയിച്ചില്ല. പിന്നെ അത്ര സമയമില്ലായിരുന്നു, ഞങ്ങൾ പെട്ടെന്ന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ പോയി. ഇത് കുറേ മൗസും ഹെഡ്ഫോൺസിനൊക്കെ സെക്ഷനാണ്. കുറേ ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്. പിന്നെ ഇത് വാഷിംഗ് മെഷീൻ, കുറേ സാംസങ്ങിൻ്റെ ഉണ്ട്, കുറേ ടൈപ്പ് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ നമ്മൾ നേരെ പോയത് ടി വിൻ്റെ സെക്ഷനിലാണ്. ആദ്യം നമ്മൾ സാംസങ്ങിൻ്റെ നിയോ QLED
ടി വി കാണാൻ പറ്റി. കാര്യം വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവരെപ്പോഴും അവരെ പരസ്യങ്ങളൊക്കെ ഇടാൻ കാണാറുണ്ട് QLEDൻ്റെ. അപ്പോൾ അത് നേരിട്ട് ആദ്യം വെച്ചാണ് കാണുന്നത്. അപ്പോൾ അടിപൊളി ക്വാളിറ്റി തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ടി വി OLED ആണ്, അത് സോണീൻ്റെ. ഇത് നിയോ QLED വേറെ ടെക്നോളജി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ TVs ഇവിടെ ഉണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഗൈസ്, QLEDൻ്റെ ടി വി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാച്ചാൽ QLEDൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ അങ്ങനത്തെ ടി വി ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് കുറേ ഫ്രിഡ്ജും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, മിക്സി ഉണ്ട്, സാംസങ്ങിൻ്റെ ഫ്രിഡ്ജുണ്ട്, ഗോദ്രേജിൻ്റെ ഫ്രിഡ്ജുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒരു ഓടിച്ചു പോവാണ്. പിന്നെ നമ്മൾ സ്മാർട്ട് വാച്ചിൻ്റെ സെക്ഷൻ തന്നെ എത്തി. കുറേ സ്മാർട്ട് വാച്ചൊക്കെ ഉണ്ട്. ഫയർ ബോൾട്ട് ഉണ്ട്, ബോട്ട് ഉണ്ട്, അങ്ങനെ കുറേ സ്മാർട്ട് വാച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. ഇതാണ് നമ്മളിന്ന് വാങ്ങിച്ചത്, ബോട്ട് സ്റ്റോൺ 350. അപ്പോൾ എന്തായാലും വന്ന ഇതിക്ക് നമ്മളിത് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് സ്പീക്കർ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ബോട്ട് സ്റ്റോൺ 350 നമ്മൾ വാങ്ങിച്ചത് ഗൈസ്. അപ്പോൾ അത് വാങ്ങുന്നതിൻ്റെ മുമ്പേ ഞാൻ ഗാലക്സി Z Flip 5 ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളിയാണ് ഗൈസ്. ഞാൻ ആദ്യം വെച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഫോൾഡിങ് ഫ്ലിപ്പിംഗ് സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എക്സ്പീരിയൻസ് ഒക്കെ പൊളിയായിരുന്നു. ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ക്യാമറ എടുത്ത്, പിന്നെ ബാക്കോട്ട് തിരിച്ച് റിയർ ക്യാമറ, അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കവർ സ്ക്രീനൊന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ടൈമും കലണ്ടറും സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, വെതറൊക്കെ. ഇതൊക്കെയാണ് ഗൈസ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഗൈസ്. അപ്പോൾ ഇതാണ് Vivo X100 Pro. അപ്പോൾ ഞാൻ 100x സൂമൊക്കെ ചെയ്ത് നോക്കി ഗൈസ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി. 2 സെക്കൻഡ് വീഡിയോ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്താണ്. അടിപൊളി ക്യാമറയാണ്, സൂമൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ക്വാളിറ്റി ആണെങ്കിലും ബ്ലറാണൊക്കെ അടിപൊളിയാണ്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടായിരുന്നു ഈ Vivo X100 Pro അടിപൊളി എന്താ പറയുക വീഡിയോ ഫോട്ടോ ഒക്കെ റെക്കോർഡിങ് ഡിവൈസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പിന്നെ ഇതിനകത്ത് 100x സൂമുണ്ട്, നമ്മളെ S24 Ultra പോലെ. അപ്പോൾ അതേ ടെക്നോളജി തന്നെയാണ്, അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് 100x വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ ഈ QLEDൻ്റെ TV സംഭവങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം നടന്നു. അപ്പത്തേന് ലൈറ്റ് പോയി ഗൈസ്. അപ്പോൾ ലൈറ്റും പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതാണ് വാങ്ങിച്ചത്, ബോട്ട് സ്റ്റോൺ 350 ഗൈസ്. അപ്പോൾ ഇതാണ് വാങ്ങിച്ചതിൻ്റെ റിവ്യൂ ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറേ പ്രിൻ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അടിപൊളി ഒരു ഷോറൂം തന്നെയാണ്. എനിക്ക് അവിടുത്തെ സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. ആകെ ഒറ്റ ഫ്ലോർ മാത്രമേ ഉള്ളൂ, അത് കുറച്ചൊരു സങ്കടമായിപ്പോയി. ഞാൻ കുറേ ഫ്ലോറൊക്കെ ഉണ്ട്. അത് അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.